Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. കേരള PSC ജൂനിയർ അക്കൗണ്ടന്റ് കാറ്റഗറി നമ്പർ 363, 364, 2025 ഈ ഒരു പോസ്റ്റിന്റെ സ്മാർട്ട് സ്റ്റഡി വീഡിയോസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ്. ഓൾറെഡി നമ്മൾ 100 ഡേയ്സ് സ്റ്റഡി പ്ലാൻ വീഡിയോ അപ്ലോഡ് ചെയ്തു. അതിനുശേഷം മൊഡ്യൂൾ വൈസ് അനാലിസിസ് ചെയ്തു. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ്. സോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലെ 90 ചോദ്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് കണ്ടു കഴിഞ്ഞു. ഇന്നത്തെ വീഡിയോയിൽ നെക്സ്റ്റ് ഒരു 5 ക്വസ്റ്റ്യൻസ് ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത് നമ്മുടെ സ്ഥാപനം കേരള PSC കോമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ പോസ്റ്റുകൾക്കും ഓൺലൈൻ ആയിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. ലൈവ് സെഷൻസ്, റെക്കോർഡഡ് സെഷൻസ്, PDF നോട്ട്സ്, MCQ പ്രാക്ടീസസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ, അങ്ങനെ സ്റ്റുഡൻസിന് വേണ്ടിയുള്ള എൻറ്റയർ സപ്പോർട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് കേരള PSC കോമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള പോസ്റ്റുകൾ ക്രാക്ക് ചെയ്യാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തായാലും നെക്സ്റ്റ് ക്വസ്റ്റ്യൻസിലോട്ട് കിടക്കാം. അപ്പോൾ 91 ആണ് നമുക്ക് നെക്സ്റ്റ് കാണാനുള്ളത്. ചോദ്യം ഇതാണ്: വിച്ച് ഓഫ് ദീസ് കമ്പനീസ് യൂസ് ദി ടാഗ് ലൈൻ തിങ്ക് ഡിഫറെൻറ്റ്? കോമൺ ആയിട്ടുള്ളൊരു ചോദ്യമാണ് കേട്ടോ. തിങ്ക് ഡിഫറെൻറ്റ് എന്ന് പറയുന്ന ടാഗ് ലൈൻ മാർക്കറ്റിംഗ് റിലേറ്റ് ചെയ്തിട്ടുള്ള യൂസ് ചെയ്തിട്ടുള്ള കമ്പനി ഏതാണ്? നമ്പർ 1 ആപ്പിൾ, ദെൻ ആമസോൺ, ഫേസ്ബുക്ക്, ഗൂഗിൾ. സോ വളരെ ഫേമസ് ആയിട്ടുള്ളതാണ്. ഇതിൻ്റെ ആൻസർ വരുന്നത് ആപ്പിളാണ് തിങ്ക് ഡിഫറെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ടാഗ് ലൈൻ യൂസ് ചെയ്യുന്നത്. 1997 ആപ്പിൾ ഈ ഒരു സ്ലോഗൻ യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഓപ്ഷൻ എ ആണ് ആൻസർ വരാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 92. ഓഡിറ്റ് പ്രോഗ്രാം എന്താണ്? ഓഡിറ്റ് പ്രോഗ്രാം ഈസ് എ ഡാഷ്. നമ്പർ 1 it is an action plan containing the details regarding the conduct of particular audit. Number 2 it is a routine checking of transactions. Number 3 it is a statement of important documents. Then number 4 it is a test check of business transaction. 4 ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട്. അതിൽ ഏതാണ് ഓഡിറ്റ് പ്രോഗ്രാമിന്റെ എക്സ്പ്ലനേഷൻ? ആദ്യം കാണാൻ സാധിക്കും ഇറ്റ് ഈസ് എൻ ആക്ഷൻ പ്ലാൻ. അതിനെയാണ് നമ്മൾ ഓഡിറ്റ് പ്രോഗ്രാം എന്ന് പറയാം. അതാണ് ആൻസർ. ആദ്യത്തെ ഓപ്ഷനാണ് ആൻസർ. ഇറ്റ് ഈസ് എൻ ആക്ഷൻ പ്ലാൻ കണ്ടെയ്നിങ് ദി ഡീറ്റെയിൽസ് റിഗാർഡ്സ് ടു ദി കണ്ടക്ട് ഓഫ് പെർട്ടിക്കുലർ ഓഡിറ്റ് പ്ലാൻ. അതാണ് ആക്ഷൻ പ്ലാനെയാണ് നമുക്ക് ഓഡിറ്റ് പ്രോഗ്രാം എന്ന് പറയാൻ സാധിക്കുക. അപ്പോൾ അതാണ് അതിൻ്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ. ബാക്കി പറഞ്ഞിട്ടുള്ള ഓപ്ഷൻസിലോട്ട് പോവുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ റൂട്ടീൻ ചെക്കിംഗ് ഓഫ് ട്രാൻസാക്ഷൻ. വൗച്ചിങ്ങിനെയാണ് നമ്മളത് പറയുന്നത്, റൂട്ടീൻ ചെക്കിംഗ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതല്ല. പിന്നെ ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെന്റ്സ്, ഷെഡ്യൂൾ ഓഫ് ഡോക്യുമെന്റ്സിനെയാണ് നമ്മൾ ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഓഫ് ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെന്റ്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഷെഡ്യൂൾ ഓഫ് ഡോക്യുമെന്റ്സ് ആണ് ഉദ്ദേശിക്കുന്നത്, അതല്ല. പിന്നെ ഇറ്റ് ഈസ് എ ടെസ്റ്റ് ചെക്ക് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ ടെസ്റ്റ് ചെക്കിംഗ് ആണ്. അതൊരു ടെക്നിക്കാണ് ടെസ്റ്റ് ചെക്കിംഗ് എന്ന് പറയുന്നത് ഓഡിറ്റിങ്ങിലെ. അപ്പോൾ അതും അല്ല. സോ ആദ്യത്തെയാണ് ആൻസർ വരാം കേട്ടോ. മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 93. Capital gain on depreciated assets will always be number 1 STCG, short term capital gain, long term capital gain, tax free, none of this. അപ്പോൾ capital gain on depreciated assets ഉള്ള capital gain അതിന് നമുക്ക് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ എന്നാണോ പറയാം, ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ എന്നാണോ പറയാം? അതല്ല, അത് ടാക്സ് ഫ്രീ ആണോ, എക്സംപ്റ്റഡ് ആണോ എന്നുള്ളതാണ് ചോദ്യം. നൺ ഓഫ് ദീസ് ആണ് പിന്നെ പറയുന്നത്. അപ്പോൾ ഇതിന്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ എന്താ? ഡിപ്രീഷിയേറ്റഡ് അസറ്റ്സ്, ഇപ്പം മെഷീനറി ആവട്ടെ, ഫർണിച്ചർ ആവട്ടെ, ഇത് ഒക്കെ ഡിപ്രീഷിയേറ്റഡ് അസറ്റ്സാണ്. ഇത് നമ്മൾ സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് ലഭിക്കുന്ന ക്യാപിറ്റൽ ഗെയിൻ എപ്പോഴും ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആയിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത്. ഈവൻ ദോ നമ്മളത് 36 മാസത്തിനായിട്ടും കൂടുതൽ ഹോൾഡ് ചെയ്തതിന് ശേഷം വിറ്റാൽ, സാധാരണ 36 മന്ത്സിനേക്കാൾ കൂടുതൽ ഹോൾഡ് ചെയ്ത് നമ്മൾ വിറ്റ് കഴിഞ്ഞാൽ അതിൽ നിന്ന് കിട്ടുന്ന ഗെയിനെ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ എന്നാണ് പറയാം. ബട്ട് ഡിപ്രീഷിയേറ്റഡ് അസറ്റ്സിന് ആ റൂള് ആപ്ലിക്കബിൾ അല്ല. 36 മന്ത്സിനേക്കാൾ കൂടുതൽ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാലും ഡിപ്രീഷിയേറ്റഡ് അസറ്റ്സ് വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന ക്യാപിറ്റൽ ഗെയിന് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ എന്നാണ് പറയാം. അപ്പോൾ ഇതാണ് ആൻസർ വരാം. പിന്നെ ലോങ് ടൈം ആണ്, അതല്ല ടാക്സ് ഫ്രീ അല്ല, അത് എക്സംപ്റ്റഡ് അല്ല, ടാക്സബിൾ ആണ്. ഓക്കെ, സോ ഓപ്ഷൻ എ ആണ് അതിൻ്റെ ആൻസർ വരാം. നെക്സ്റ്റ് വരുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 94. വിച്ച് ഓഫ് ദീസ്
ഈസ് നോട്ട് എ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ദ ഫീച്ചേഴ്സ് ഓഫ് മോഡേൺ മാർക്കറ്റിംഗ്. മോഡേൺ മാർക്കറ്റിംഗിനെ റിലേറ്റ് ചെയ്തിട്ട് താഴെ പറയുന്നതിൽ തെറ്റായ സ്റ്റേറ്റ്മെന്റ് എന്താണ്, കറക്റ്റ് അല്ലാത്തത്? നമ്പർ 1, മോഡേൺ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഈസ് ടാർഗറ്റ് മാർക്കറ്റിംഗ്. Number 2, modern marketing begins and ends with consumers. Number 3, modern marketing is producer oriented. Number 4, modern marketing precedes and succeeds production. So, നാല് ഓപ്ഷൻസ് പറയുന്നുണ്ട്, നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. Number 1, modern marketing strategy is target marketing. കറക്റ്റ് അല്ലേ? ടാർഗറ്റഡ് ഓഡിയൻസിനെ പറ്റിയിട്ട് നന്നായിട്ട് പഠിച്ച് അവരിലോട്ട് ഫോക്കസ് കൊടുത്ത് ചെയ്യുന്നതാണ് മോഡേൺ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ശരിയാണ്. നമുക്ക് തെറ്റ് ഏതാണെന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യലാണ് പരിപാടി. Begins and ends with consumers. Absolutely correct. Modern marketing is producer oriented. അത് തെറ്റാണ്. കൺസ്യൂമർ ഓറിയന്റഡ് ആണ് മോഡേൺ മാർക്കറ്റിംഗ്. കൺസ്യൂമർ ഈസ് ദി കിങ് ഇൻ ദി മാർക്കറ്റ് എന്നാ പറയുന്നത്. കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷൻ ത്രൂ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ഈസ് ദി മെയിൻ എയിം, മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് മോഡേൺ മാർക്കറ്റിംഗ് എന്നാണ്. അപ്പോൾ ഇത് തെറ്റാണ്. അപ്പോൾ ഇതാണ് ആൻസർ വരിക. പിന്നെ മോഡേൺ മാർക്കറ്റിംഗ് പ്രിസീഡ്സ് ആൻഡ് സക്സീഡ്സ് പ്രൊഡക്ഷൻ. പ്രൊഡക്ഷന് മുമ്പ് മോഡേൺ മാർക്കറ്റിംഗ് അല്ലെ സ്റ്റാർട്ട് ചെയ്യും, പ്രൊഡക്ഷന് ശേഷം ആഫ്റ്റർ സെയിൽസിന് ശേഷം ഈ പറയുന്ന മാർക്കറ്റിംഗ് കണ്ടിന്യൂ ചെയ്യണം എന്നാണ് പറയുന്നത്. അത് ശരിയാണ്. പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനേക്കാൾ മുമ്പ് നമ്മൾ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് സ്റ്റാർട്ട് ചെയ്യണം, അത് കഴിഞ്ഞാലും കണ്ടിന്യൂ ചെയ്യണം എന്നുള്ളതാണ്. അപ്പം ഇതും ശരിയാ. തെറ്റായിട്ടുള്ളത് ഇതാണ്. അപ്പം ഇതാണ് ആൻസർ വരാം. ഓപ്ഷൻ സി ആണ് ആൻസർ. നമുക്ക് ഒരെണ്ണം കൂടി ഇന്ന് ഡിസ്കസ് ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 95, ഇൻകം ഫ്രം സബ്ലെറ്റിംഗ് ഓഫ് ഹൗസ് പ്രോപ്പർട്ടി ഈസ് ടാക്സബിൾ അണ്ടർ. സബ്ലെറ്റിംഗിൽ നിന്ന് ലഭിക്കുന്ന ഇൻകം, ഹൗസ് പ്രോപ്പർട്ടി ഇൻകം ഏത് ഹെഡിലാണ് ടാക്സബിൾ ആയിട്ട് വരിക? നമ്പർ 1, ഇൻകം ഫ്രം ക്യാപിറ്റൽ ഗെയിൻ. നമ്പർ 2, ഇൻകം ഫ്രം HP. ഇൻകം ഫ്രം അതർ സോഴ്സസ്, നൺ ഓഫ് ദി അബോവ്. അപ്പൊ യൂഷ്വലി പ്രോപ്പർട്ടി ഇൻകം എന്ന് പറയുന്നത് അതിൽ നിന്ന് കിട്ടുന്ന ഇൻകം HP ഇൻകം ആണ്. ബട്ട് ഇൻകം ഫ്രം സബ്ലെറ്റിംഗ് ഓഫ് ഹൗസ് പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ ഹൗസ് പ്രോപ്പർട്ടിയുടെ ഓണർക്ക് ലഭിക്കുന്ന ഇൻകം അല്ല, ടെനന്റിന് കിട്ടുന്ന. ടെനന്റ് ആ വ്യക്തി താമസിക്കുന്ന ഹൗസ് പ്രോപ്പർട്ടിയുടെ ഒരു പാർട്ട് സബ്ലെറ്റ് ചെയ്യാണ്, വേറൊരാൾക്ക് കൊടുക്കുകയാണ്. ഹീസ് നോട്ട് ദി ഓണർ, ഹീസ് എ ടെനന്റ്. അതിൽ നിന്ന് കിട്ടുന്ന ഇൻകം എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ക്യാഷ് ഫ്ലോ ഇൻകം ആണ്. ദാറ്റ്സ് വൈ അത് ഇൻകം ഫ്രം അതർ സോഴ്സസിലാണ് വരാം. ഒരു ഓണർ എന്താണ് ലെറ്റിംഗ് നടത്താണെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിൽ വരും. ടെനന്റ് സബ്ലെറ്റ് ആണെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ഇൻകം അതർ സോഴ്സസിലാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുക. സോ ഓപ്ഷൻ സി ആണ് അതിൻ്റെ ആൻസർ വരുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് ഇന്നത്തെ 5 ക്വസ്റ്റ്യൻസ്. പിന്നെ നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു 5 ചോദ്യങ്ങൾ കൂടിയാണ് ഉള്ളത്. അതും കൂടി കഴിഞ്ഞാൽ നമ്മൾ 100 ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്ത് കഴിയും. സോ അതിനുശേഷം നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഓരോ സബ്ജക്റ്റിനെ റിലേറ്റ് ചെയ്തുള്ള MCQസും ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. സോ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാതെയുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.